പ്രിയമുള്ളവരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇതുപോലൊരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ദൗർഭാഗ്യവശാൽ പാലക്കാടിന്റെ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് ആവണമെങ്കിൽ ഇങ്ങനെയെല്ലാം ആവണം എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നെയും സഹിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാടിന്റെ MLA കൂടിയാണ്. ആദ്യമായി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്ന സമയത്ത് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ വ്യാജ വോട്ടർമാരെ ചേർത്തി അതിന്റെ അധ്യക്ഷനായ ആളാണ്. എന്തെല്ലാം ഒരു ജനപ്രതിനിധിക്ക്, രാഷ്ട്രീയ പ്രവർത്തകന് കേൾക്കാൻ പാടില്ലാത്ത മുഴുവൻ വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ തന്നെ ഉയർന്നു വന്ന സ്ഥിതികൾ ഉണ്ടായി. ഇവിടെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹം വർഗീയതയെ കൂട്ടുപിടിച്ച് ഇവിടെ എങ്ങനെയും ജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മാറിയത്. അദ്ദേഹം ജയിച്ചു വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനം നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്, SDPയുടെ പ്രകടനം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ വർഗീയവാദി എന്നുള്ള പേരായി, വ്യാജൻ എന്നുള്ള പേരായി. ഇപ്പോ ഇവിടെ രാത്രികാലമായി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടെ പ്രസ്ഥാനത്തിൽ നിന്നുള്ളത് മാത്രമല്ല, നിരവധിയായ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പെൺകുട്ടികൾക്ക് രാത്രിയിൽ അശ്ലീല സന്ദേശം അയക്കുന്ന ആളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ലേശം ഉളുപ്പ്, യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ഉളുപ്പിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഡിവൈഎഫ്ഐ ഇതിലൂടെയുള്ള പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്യും. ഇത് സൂചനയായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഈ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് KC റിയാസുദ്ദീനാണ്. അദ്ദേഹത്തെ ഈ പ്രതിഷേധത്തിന് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ ഇവിടെ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന ആരോപണ പരാതികളിന്മേൽ ഉള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.